ഞാനൊരു സാരി വാങ്ങുന്ന കാര്യം പറഞ്ഞതല്ലേ, ഇതിപ്പോ ചിലവിനയച്ചതിൽ അതിനുള്ള കാശില്ലല്ലോ. ഇന്ദുവിന്റെ ചോദ്യത്തിനു മുന്നിൽ ഒന്ന് പരുങ്ങി വിനയൻ. എടീ, ഇത്തവണ ഓവർ ടൈം കുറവായിരുന്നു, അതുകൊണ്ട് ശമ്പളവും കുറഞ്ഞു. തൽക്കാലം ഉള്ളത് വെച്ച് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, നമുക്ക് അടുത്ത മാസം വാങ്ങാം. ആ വാക്കുകൾ കേൾക്കെ ക്ഷണനേരം കൊണ്ട് അവളുടെ മിഴികൾ ജ്വലിച്ചു. നിങ്ങളൊരു വേസ്റ്റാണ് മനുഷ്യ, പേരിന് മാത്രം ഒരു ഗൾഫുകാരൻ. നാട്ടിലാണേൽ കടങ്ങൾ മാത്രം, ഒന്നും തീർക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. എന്തിന് ആഗ്രഹത്തിനൊരു സാരി വാങ്ങിത്തരാൻ പോലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഫോണിലൂടെയുള്ള അവളുടെ കുത്തുവാക്കുകൾ വിനയന്റെ മനസ്സിനെ നല്ലതുപോലെ വേദനിപ്പിച്ചു തുടങ്ങിയിരുന്നു. ഇന്ദു, ഞാൻ വിചാരിക്കാഞ്ഞിട്ടാണോ? കോവിഡ് വന്നേ പിന്നെ ഇവിടെ സാലറിയൊക്കെ വെട്ടിക്കുറച്ചത് നിനക്കറിയില്ലേ? എന്റെ ചിലവുകൾ കുറച്ചിട്ടാണ് നിങ്ങളുടെ നാട്ടിലെ ചിലവിനും കടങ്ങൾ വീട്ടാനുമുള്ള പൈസ ഞാൻ അയക്കുന്നത്. എന്തേ നീ എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല? പറഞ്ഞു നിർത്തുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു. എന്ത് മനസ്സിലാക്കാൻ? നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നല്ല ജോലികളിൽ കയറിയില്ലേ? നിങ്ങൾക്കാണേൽ അതിനും കഴിവില്ല. 10ാം ക്ലാസ്സും ഗുസ്തിയുള്ളവന് ആര് ജോലി കൊടുക്കാൻ? മാത്രമല്ല, അല്ലേലും എന്തിനാ നിങ്ങൾക്ക് കഴിവുള്ളത്? നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പാതിരാത്രി കാമും മൂത്ത് എന്റെ മേലിൽ വലിഞ്ഞു കയറാൻ മാത്രമല്ലേ നിങ്ങൾക്കറിയൂ. എന്നിട്ടും എന്തുപയോഗം? രണ്ടാമതൊരു കൊച്ചിനെ തരാൻ പോലും പറ്റിയില്ലല്ലോ. ഇത്തവണ ഇന്ദുവിന്റെ സംസാരം അതിരു കടന്നിരുന്നു. 18 വയസ്സ് തികഞ്ഞ മോള് അരിയിലിരിക്കുന്നുണ്ട് എന്ന് പോലും ഓർക്കാതെയാണ് അവളത് പറഞ്ഞത്. ആ വാക്കുകൾ കേട്ട വിനയനാകട്ടെ ആകെ തരിച്ചു നിന്നുപോയി. ഇന്ദു, എന്തൊക്കെയാണ് നീ പറയുന്നത്? മോൾ അടുത്തില്ലേ? അവൾ കേൾക്കില്ലേ ഇതൊക്കെ? വേദനയോടെ അവൻ ചോദിക്കുമ്പോഴും പുച്ഛമായിരുന്നു അവൾക്ക്. കേൾക്കട്ടെ, അവളെല്ലാം കേൾക്കട്ടെ. ഓരോരുത്തരും ഉത്സവം, കല്യാണം, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ നമുക്ക് മാത്രം ഒന്നിനും തികയുന്നില്ല. മടുത്തീ ജീവിതം. ഗൾഫുകാരൻ്റെ ഭാര്യ എന്നൊരു പേര് മാത്രം. എന്നിട്ടും എന്നും ദാരിദ്ര്യം. ഒരു വീട് വെച്ചതാകട്ടെ പൂർത്തിയായതുമില്ല. അതിൻ്റെ നാണക്കേട് വേറെയും. മനസ്സിലെ ദേഷ്യം മുഴുവൻ വിനയന്റെ മേൽ തീർത്തു ഇന്ദു. മറ്റുള്ളവരെ കണ്ടിട്ടാണോ ഇന്ദു നമ്മൾ ജീവിക്കേണ്ടത്? നമ്മുടെ ഉള്ളതുപോലെ അല്ലേ ജീവിക്കേണ്ടത്? വീട് പണിതു തുടങ്ങിയപ്പോഴല്ലേ കോവിഡ് പ്രശ്നം വന്ന് സാലറി കുറച്ചത്. അതോടെ എല്ലാം അവതാളത്തിലായി. എന്നിട്ടും കടം വാങ്ങിയെങ്കിലും പകുതി പണി തീർത്തില്ലേ ഞാൻ? ഇപ്പോൾ വീണ്ടും കയ്യിൽ പൈസ ഇല്ലാതായതുകൊണ്ടല്ലേ ഇപ്പോൾ പണി മുടങ്ങിയത്? ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. എന്നിട്ട് നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ദയനീയമായിരുന്നു അവന്റെ ശബ്ദം. ദേ മനുഷ്യ, എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്ന് വിളിച്ചാലും നിങ്ങൾക്ക് കുറേ ദാരിദ്ര്യത്തിന്റെ കഥ മാത്രമേ പറയാനുള്ളൂ. കേട്ടുകേട്ട് മടുത്തു മനുഷ്യൻ. എനിക്ക് സ്വസ്ഥത വേണം. നമ്മൾ അധികകാലം ഇങ്ങനെ ഒന്നിച്ചു പോകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്തേലും ഒരു ജോലി നോക്കുക. അത് കിട്ടിയാൽ പിന്നെ 2 ആകാം. അതാണെൻ്റെ തീരുമാനം. ഇന്ദു പറഞ്ഞ ആ വാക്കുകൾ വിനയന്റെ ചങ്കിലാണ് തറച്ചത്. എന്തൊക്കെയാ ഇന്ദു നീ പറയുന്നേ? ഇതിനു മാത്രം എന്താ ഉണ്ടായേ? കടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉള്ളതല്ലേ? ഇടറിയ സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ ആദ്യം മറുപടി പറഞ്ഞില്ല അവൾ. പറയ്, എന്താ നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നേ? വീണ്ടും ചോദ്യം ആവർത്തിച്ചു വിനയൻ. എനിക്ക് മടുത്തു. നിങ്ങളെക്കൊണ്ടൊന്നിനും കൊള്ളില്ല. ഒരു ഗുണവും മണവും ഇല്ലാത്ത മനുഷ്യൻ. കിടപ്പറയിൽ പോലും എന്നെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. സുഖവുമില്ല, സന്തോഷവുമില്ല. ആ നിങ്ങളോടൊപ്പം ഇനി ഒന്നിച്ചു പോകാൻ എനിക്ക് വയ്യ. ആർത്തു മുറിച്ചു പറഞ്ഞ് ആ നിമിഷം തന്നെ കോൾ കട്ട് ചെയ്തു ഇന്ദു. വീണ്ടും തുടരെ തുടരെ വിനയൻ വിളിച്ചെങ്കിലും കോൾ എടുത്തില്ല അവൾ. പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുവച്ചേ. ഉള്ളിലെ കലിയുടെ ബാക്കി മകളുടെ നേരെ തീർത്തുകൊണ്ടാണവൾ ബെഡ്റൂമിലേക്ക് പോയത്. ഒക്കെയും കേട്ട് നടുങ്ങിയിരിക്കുന്ന മകളുടെ മുഖത്തേക്ക് നോക്കിയില്ല ഇന്ദു. ആ കോളിനു ശേഷം ഏറെ അസ്വസ്ഥനായിരുന്നു വിനയൻ. ഇന്ദുവിന് തന്നെ വേണ്ടെന്നോ? വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന്. തൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിച്ച ഒരു പാവം പ്രവാസി. അങ്ങനെയുള്ള വിനയന് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ഇന്ദുവിൻ്റെ ആ വാക്കുകൾ. ഉള്ളിലെ ഞെട്ടൽ അത്രമാത്രമായിരുന്നു. ഭിത്തിയിലേക്ക് ചാരുമ്പോൾ കാലിടറുന്നത് അറിഞ്ഞു അവൻ. നെറ്റിയിൽ വിയർപ്പ് കനിയുമ്പോൾ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി അവന്. ഒരു ഗുണവും മണവും ഇല്ലാത്ത മനുഷ്യൻ. ആ കുത്തുവാക്ക് അവൻ്റെ ഉള്ളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. ഒരു നിമിഷം കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി വിനയന്. മോളെ. ഉള്ളിൽ അപ്പോൾ തെളിഞ്ഞ മകളുടെ മുഖം ഒരു നോവായി മാറുമ്പോൾ അറിയാതെ വിളിച്ചുപോയി അവൻ. അടിതെറ്റി വിനയൻ നിലത്തേക്ക് വീഴുമ്പോൾ കണ്ടുനിന്നവർ ഓടിയെടുത്തു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവസാന ശ്വാസത്തിൽ വിനയന്റെ ഉള്ളിൽ തൻ്റെ കുടുംബത്തെപ്പറ്റിയുള്ള വേവലാതികൾ മാത്രമായിരുന്നു. എടാ, ഞാൻ മരിച്ചാൽ കമ്പനിയിൽ നിന്ന് എന്തേലും കിട്ടില്ലേ? അത് വാങ്ങി നീ ഇന്ദുവിനെ ഏൽപ്പിക്കണം. ഞങ്ങളുടെ കടം തീരാൻ അത് മതിയാകും. അവസാനമായി വിനയനെ കാണാൻ കയറിയ കൂട്ടുകാരനോട് വിനയന് പറയാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അവൻ്റെ കണ്ണുകൾ അടയുമ്പോൾ കണ്ണുനീർ തുള്ളികൾ അറിയാതെ തുളുമ്പി. പ്രവാസത്തെ പ്രണയിച്ചുകൊണ്ടല്ല 90% പേരും പ്രവാസികളാകുന്നത്. അവർ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്.